ഫേസിംഗ് ദി ജയൻസ് എന്ന പേരിലുള്ള അതിസുന്ദരമായ ഹോളിവുഡ് സിനിമയുണ്ട്. ആ സിനിമയിലെ യഥാർത്ഥ നായകൻ ജീസസ് ക്രൈസ്റ്റാണ്. എല്ലാ തരത്തിലും പരാജയപ്പെട്ടൊരു കോച്ച്. അയാൾ സാമ്പത്തികമായി പരാജയത്തിലാണ്. ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്നു. കരിയറിലും പല തോറ്റ മത്സരങ്ങളുടെയും ശില്പിയായിട്ട് അറിയപ്പെട്ടതിനാൽ അവിടെയും അയാൾ പരാജയമാണ്. ഇപ്പോൾ അയാൾക്ക് റിസറക്ഷനുള്ള അവസാന ചാൻസാണ്. ഒരു സ്കൂൾ ടീമിനെ അയാൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിക്കണം എങ്ങനെയും. അയാൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, ബൈബിൾ വചനങ്ങളിലൂടെ ആനന്ദം കണ്ടെത്തുന്നു, ശക്തി കണ്ടെത്തുന്നു. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാകുമെന്ന് അയാൾ പല പ്രാവശ്യം പറയുന്നുണ്ട്. അയാൾ ക്രിസ്തുവിനെ ഫുട്ബോൾ ടീമിൻ്റെ അംഗമായിട്ടങ്ങ് സങ്കല്പിക്കുകയാണ്. ഇയാൾ കുട്ടികളോട് പറയുന്നു, ജയിച്ചാലും പ്രൈസ് ദി ലോർഡ് എന്ന് പറയുക, തോറ്റാലും പ്രൈസ് ദി ലോർഡ് എന്ന് പറയുക. ക്രിസ്തുവിനെ പ്രൈസ് ചെയ്യാനുള്ളൊരു മാർഗമായിട്ട് മാത്രം ഫുട്ബോൾ കാണുക. അങ്ങനെ അവർ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത പേടിയും ഉത്കണ്ഠകളും ആകുല വ്യാകുല ഭാവങ്ങളൊക്കെ മറന്നുപോയി. അവർ വളരെ ഫ്രീ ആയി. ഇനി ഇരുണ്ട താഴ്വരയിലൂടെയുള്ള നടത്തം എന്ന മട്ടിൽ നല്ല ഭാരമുള്ള മറ്റൊരു സഹകളിക്കാരനെ ക്യാപ്റ്റൻ്റെ തോളത്ത് നിർത്തുന്നു. എന്നിട്ട് അവൻ്റെ കണ്ണുമൂടി കെട്ടിയിട്ട് അവനോട് നടക്കാൻ പറയുന്നു. അവൻ ഗ്രൗണ്ട് മൊത്തത്തിൽ നടക്കുകയാണ്. അങ്ങനെ നടത്തുക എന്നതിലൂടെ എന്താണ് ചെയ്യുക? ബ്ലൈൻഡ് ഫെയ്ത്ത് പോലും വേണം. ദൈവത്തിനങ്ങോട്ട് നമ്മെ തന്നെ എറിഞ്ഞു കൊടുക്കുക, സർവ്വശക്തിയും പുറത്തെടുക്കുക, മാക്സിമം എഫേർട്ട് ഇടുക, വിജയം ഉണ്ടാവും. ഇങ്ങനെയാണ് അയാൾ പഠിപ്പിക്കുക. ഇനി ഫേസിംഗ് ദ ജയൻസ് എന്നാണ് ടൈറ്റിൽ. അതായത് ജയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസനെ നേരിടുകയാണ്. 5 തവണ സ്റ്റേറ്റ് ചാമ്പ്യന്മാരായ ടീമുമായിട്ടാണ് മത്സരിക്കേണ്ടത്. പക്ഷേ ഈ മനുഷ്യൻ ട്രെയിൻ ചെയ്ത ഈ കുട്ടികൾ ഈ 5 തവണ കിരീടം നേടിയ ദ ഗ്രേറ്റസ്റ്റ് ടീമിനെ, ജയൻസിനെ തോൽപ്പിക്കുന്നു. ഇതാണ് പ്രമേയം. കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ഗ്രൗണ്ടിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം സാധ്യമാകുമെന്ന് കോച്ച് അപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, കളിക്കാരും താരങ്ങളുമൊക്കെ പള്ളിക്കാരും പള്ളിയുമായും ഒരു ബന്ധമില്ലാത്തവരാണ് എന്ന് നമ്മുടെ നാട്ടിൽ ചില ചിന്തകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നവരും പള്ളിക്കാരും പള്ളിയോട് അടുപ്പം പുലർത്തുന്നവരൊക്കെ പരമ്പരാഗതവാദികൾ, അവർ മൂരാച്ചികൾ. ഇതിനെ വെടിഞ്ഞ് ഈ ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയൊക്കെ ലോകത്തിലേക്ക് വരുന്നവർ ഫാസ്റ്റ്, ഫ്യൂരിയസ്, അവർ ബെസ്റ്റ്, ഫിറ്റസ്റ്റ്, ഫാസ്റ്റസ്റ്റ്, അങ്ങനത്തെ ഒരു ചിന്തയാണ്. അത് സത്യത്തിൽ അത്ര ശരിയായ ചിന്തയല്ല. നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് വരിക. നമ്മളുടെ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ഉൾവട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കളിക്കളത്തിൽ വിശ്വാസത്തിൻ്റെ മഹാവെട്ടം നിങ്ങൾ കണ്ടെത്താൻ പറ്റും. എക്വഡോറിയൻ ടീം കരുത്തരായ, അവരെ സംബന്ധിച്ചിടത്തോളം അതിശക്തരായ ജർമ്മൻ ടീമിനെ തോൽപ്പിച്ചു. അതിനുശേഷം അവരെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥനാപൂർവം ഗ്രൗണ്ടിലിരിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. ആ ചിത്രം ആരോ ടൈറ്റിലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലോകം മുഴുവൻ അവരെ ഉറ്റുനോക്കുമ്പോൾ അവരെല്ലാവരും ക്രിസ്തുവിനെ ഉറ്റുനോക്കുകയായിരുന്നു. സത്യം. ഇനി ക്രിസ്തു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ അർജൻറ്റീനയിലും ബ്രസീലിലും നിങ്ങൾ കാണാം. ക്രിസ്തു അവരോടൊപ്പം കളിക്കുന്ന പോലെയൊക്കെ അവരങ്ങ് സങ്കല്പിക്കാറുണ്ട്. ഇനി അത് വെറുതെ തമാശയല്ല അവർക്ക്. അവർ ചിന്തിക്കുന്നത് ക്രിസ്തു അവരോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ്. മെസ്സി നേതൃത്വമേകുന്ന അർജൻറ്റീനിയൻ ടീം അവരുടെ സ്ക്രീൻ റൂമിൽ, അതായത് ഡ്രസ്സിംഗ് റൂമിൽ, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കപ്പയുടെ പോലെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ പ്രത്യേക സംവിധാനം, ഒരു മൂവബിൾ ഷ്രൈൻ അവർ കൊണ്ടുനടക്കുകയാണ്. അവരുടെ വണ്ടിയിലും
അവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെയും അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു, ബൈബിൾ വായിക്കുന്നു, റിഫ്ലക്ഷൻ നടത്തുന്നു, അവരുടെ പ്രതിജ്ഞകൾ അവരവിടെ വെച്ച് നിറവേറ്റുന്നു, ദൈവത്തിന് മുമ്പിൽ വാഗ്ദാനങ്ങൾ വീണ്ടും എടുക്കുന്നു, നേർച്ചകൾ, കാഴ്ചകൾ. എത്ര സുന്ദരമായൊരു കാഴ്ചയാണ് എന്ന് ഓർത്ത് നോക്കുക. അവരതിനെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്ന ആൾ ലയണൽ മെസ്സി എന്ന സിംഹം തന്നെയാണ്. ഈ മനുഷ്യൻ സ്പോർട്സ് താരങ്ങൾക്കിടയിൽ അങ്ങേറ്റം ജെൻറ്റിലായ, നല്ല ആഴവും പക്വതയുമുള്ള ആളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഞാനത് പറയാതെ നിങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളിലും പാകതയും പക്വതയൊക്കെ ഉണ്ട്. പ്രായത്തിൻ്റെ പക്വത മാത്രമല്ല അത്, അയാളുടെ ധാർമ്മികതയുടെയും മതാത്മകതയുടെയും ആത്മീയതയുടെയൊക്കെ പക്വത കൂടിയാണ് അത്. ഈ ലയണൽ മെസ്സി ചെറുപ്രായത്തിൽ മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ആളാണ്. ഒരു കാലത്ത് അദ്ദേഹം ഓൾട്ടർ ബോയ് ആയിരുന്നു. വായിക്കുന്നയാളും പാടുന്നയാളൊക്കെ ആയിരുന്നു ലയണൽ മെസ്സി. അങ്ങനെയുള്ള ലയണൽ മെസ്സി വലിയ ഒരു ഫുട്ബോൾ ഇതിഹാസമായിട്ട് മാറിയപ്പോൾ അയാൾ അപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒന്ന് അയാളുടെ വിശ്വാസം തന്നെയാണ്. അയാളുടെ ബൈസെപ്സിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് ടാറ്റു ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സഗ്രദ ഫെമിലിയ എന്ന കത്തീഡ്രലിൻ്റെ പ്രതീകവും അയാൾ ടാറ്റു ആയിട്ട് അണിയുന്നുണ്ട്. ഇനി ഓരോ തവണയും ജയം നേടുമ്പോഴോ ഗോളടിച്ച് കഴിയുമ്പോഴോ അയാൾ കുരിശു വരക്കാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാറുണ്ട്. വളരെ വോക്കലാണ്, ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫാനാണ്. ആരൊക്കെയോ നിങ്ങളിപ്പോൾ ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലയണൽ മെസ്സി അതിനെ തിരുത്തി, എനിക്ക് ദൈവമാകാനൊന്നും പറ്റില്ല, ദൈവം ജീസസ് ക്രൈസ്റ്റ് ആണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ സെർവൻ്റാണ് ഞാൻ എന്ന് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇനി അയാളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാലും അയാൾ പറയും, എന്നെ ഞാനാക്കിയത് ക്രൈസ്റ്റാണ്, ആ ക്രൈസ്റ്റിന് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. നോക്കുക, കാൽപന്ത് കളിക്കാരുടെ ദൈവമായി അവരോധിക്കപ്പെട്ട ഒരാൾ അയാൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കുകയാണ്. ഇപ്പോഴും കരുത്ത് ചോർന്നു പോകാതിരിക്കുന്നത് എന്ത്? പത്രക്കാർ അയാളോട് ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നത്, എൻ്റെ ദൈവം എനിക്ക് അർഹിക്കുന്നതിലും അപ്പുറത്തേക്ക് തന്നു കഴിഞ്ഞു. ഗാഡ് ഗീവ്സ് മീ ടു മച്ച്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇങ്ങനെ ഓടാൻ സാധിക്കുക. ഇതെത്ര സുന്ദരമായ വിശ്വാസ പ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹവും എല്ലാവരുടെയും ഐക്കണാണ്, മറ്റൊരു ലെജൻഡാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെയും കഴിവിനെയും പ്രാഗൽഭ്യത്തെയൊക്കെ വാഴ്ത്തി പാടാറുണ്ട്. ഈ മനുഷ്യൻ വളരെ ക്ലിയറായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യം എന്താണ്? ഞാനൊരു കാത്തലിക്കാണ്, കാത്തലിക് ക്രിസ്ത്യനാണ്, കാത്തലിക് പാരമ്പര്യത്തിൽ വളർന്നയാളാണ്, എല്ലാ ആഴ്ചയും കുർബാനയിൽ മുടങ്ങാതെ ഞാൻ പോകുന്നുണ്ട്, ക്രൈസ്റ്റിനെ ഞാൻ നെഞ്ചിൽ പേറുന്നുണ്ട്. സത്യമായിട്ടും അയാൾ നെഞ്ചിൽ പേറുന്നുണ്ട്. സൗദി അറേബ്യയുടെ അൽ നസാർ FC വേണ്ടി അയാൾ കളിക്കുമ്പോൾ പോലും ഓരോ വിജയത്തിനും ശേഷം അയാൾ കുരിശു വരക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി അയാൾക്ക് കുരിശു വരക്കാതിരിക്കാം. പക്ഷേ കുരിശു വരക്കുക എന്നുള്ളത് അയാൾ കുട്ടിക്കാലം മുതൽ പഠിച്ചെടുത്ത പാഠമാണ്. അയാളത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? നെയ്മർ എന്ന ബ്രസീലിയൻ കളിക്കാരൻ അടുത്ത ഒരു ഹീറോയാണല്ലോ, സൂപ്പർ സ്റ്റാർ. നെയ്മർ അദ്ദേഹത്തിൻ്റെ ഹെഡ് ബാൻഡായിട്ട് എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? 100% ജീസസ്. മറ്റൊന്നുമില്ല, നത്തിങ് മോർ നത്തിങ് ലെസ്, 100% ജീസസ്. ഇയാൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ എൻ്റെ ഈ പ്രൊഫഷൻ ക്രിസ്ത്യൻ ഫെയ്ത്ത് പ്രഘോഷിക്കാനുള്ള ഒരവസരം കൂടി നൽകുന്നുണ്ട്. എൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഐഡിയൽ അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ച് തീരും, അയാളുടെ കോടികളുടെ വരുമാനത്തിൽ 10% ദശാംശം അയാൾ വിശ്വസിക്കുന്ന ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ അയാൾ നൽകുന്നുണ്ട്. അയാൾ ക്രിസ്ത്യൻ മൂല്യങ്ങൾ
നെഞ്ചോട് ചേർത്ത് ചാരിറ്റബിൾ ആക്ടിവിറ്റിയിലേക്ക് ധാരാളമായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. വ്യക്തിപരമായ ന്യൂനതകളും കുറവുകളും ഉണ്ടാകാം. പക്ഷെ അയാൾ എപ്പോഴും പറയുന്നു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം സാധ്യമാകും. ഇതുപോലെ കളിക്കളത്ത് ക്രിസ്തു ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കളിക്കാരും താരങ്ങളും ഓട്ടക്കാരും ചാട്ടക്കാരും ഒക്കെ പള്ളിക്കപ്പുറത്തേക്ക് സഞ്ചരിക്കണമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തെറ്റിയെന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. വീണ്ടും നമുക്ക് പല പല കളിക്കാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ നുറുങ്ങുവെട്ടങ്ങളിലേക്ക് സഞ്ചരിക്കാം. കോഡി ഗാക്പോ നെതർലാൻഡ്സിൻ്റെ സുന്ദരനായ കളിക്കാരനാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തന ഭാഗം സങ്കീർത്തനം 121 അതിലെ 1-ാം വാക്യമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തി, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം കർത്താവിൽ നിന്നും വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇദ്ദേഹം പറയുന്നത്, കളിക്കളത്തിൽ കർത്താവിൻ്റെ സഹായം എന്നെ തേടി എപ്പോഴും എത്തുന്നുണ്ട്. അതൊരു വലിയ സമാശ്വാസമാണ് അദ്ദേഹത്തിന്. വീണ്ടും ഒലീവിയർ ജിറോഡ് ഫ്രാൻസിൻ്റെ സൂപ്പർ സ്റ്റാർ കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ടാറ്റു കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ്. അതൊരു പ്രഘോഷണമാണ്. സങ്കീർത്തനം 23 അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവൻ ആ പ്രഘോഷണം നടത്തുകയാണ്. കർത്താവോടുള്ളപ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, I have to use my media profile to talk about my commitment to Jesus Christ. ടൈം മാഗസിൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു, one of the most important things when you are a Christian is to forgive. അപ്പോൾ ഈ ഫൊർഗിവ്നെസ്സിൻ്റെ പാഠങ്ങൾ അയാൾ കളിക്കളത്തിലും ഓർത്തെടുക്കുന്നുണ്ട്. കളിക്കളത്തിന് പുറത്തേക്ക് വരുമ്പോഴും അയാളത് ഓർക്കുന്നുണ്ട്. അയാൾ ഫൊർഗിവിങ് ക്രിസ്ത്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും ഒരു കളിക്കാരനെ കരുണാർദ്രതയുടെ കളിക്കാരനാക്കി മാറ്റുന്നത് ക്രിസ്തുവാണ്. കാരണം നമ്മൾ കാൽപന്ത് കളി എന്ന് കേൾക്കുമ്പോൾ പോരാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ കീഴ്പ്പെടുത്തലിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് തെളിയുക. ഈ പോരാട്ടങ്ങൾക്കിടയിലും കരുണാർദ്രത കാത്തുസൂക്ഷിക്കുവാൻ ഇവർക്കൊക്കെ സാധിക്കുന്നത് അവരുടെ കൂടെ ക്രൈസ്റ്റ് ചേരുമ്പോഴായിരിക്കാം. വീണ്ടും മറ്റൊരു കളിക്കാരനായ ബുക്കായോ സാക്ക, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഫെയ്ത്ത് നെവർ ലൂസ് ഇറ്റ്. അത് സ്വയം വിളിക്കുന്നത് ഗാഡ്സ് ചൈൽഡ് എന്നാണ്. എല്ലാ ദിവസവും അദ്ദേഹം മുടങ്ങാതെ ബൈബിൾ വായിക്കുന്നു. കളിയുള്ള ദിവസവും കളിയില്ലാത്ത ദിവസവും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ മനുഷ്യൻ ബൈബിൾ വായിക്കുന്നത് ഇതുവരെ മുടക്കിയിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വലിയ ഫാഷനായിട്ട് ബൈബിളിനെയും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളെയും മത ആചാര്യങ്ങളെയും ആത്മീയ വഴികളേക്ക് തള്ളിക്കളയുന്നവരുണ്ട്. അതൊക്കെ ഓൾഡ് ഫാഷനാണ്, പഴയ ആളുടെ വിഭ്രാന്തികളാണ്, അല്ലെങ്കിൽ മനുഷ്യരെ മയക്കുന്ന ഓപ്പിയമാണ് എന്നൊക്കെ പറഞ്ഞ് ചിലരെങ്കിലും തള്ളിക്കളയാറുണ്ട്. ട്രെൻഡാണത്രേ, ട്രെൻഡിങ് ആണ് തള്ളിക്കളയാൽ. പക്ഷേ നിങ്ങൾ നെഞ്ചേറ്റുന്ന ആളുകൾ അവരുടെ നെഞ്ചത്ത് ഈ വചനങ്ങളും ആത്മീയതയും മറ്റും പേറിക്കൊണ്ടിടക്കുകയാണ്. അപ്പോൾ വഞ്ചിതരാക്കപ്പെടുന്നത് ആരാണ്? സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾ എന്നാണ് തിരിച്ചറിയാൻ പോകുന്നത്? ഒരുപക്ഷെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ടു ലേറ്റ് ആയിട്ടുണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ. വീണ്ടും നെയ്മർ കാലിന് പരിക്ക് പറ്റിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ട്, കുഞ്ഞിൻ്റെ വിശ്വാസമാണ്. അദ്ദേഹം പറയുന്നത്, ഐ ആം ദ സൺ ഓഫ് ദ ഗാഡ് ഓഫ് ദ ഇമ്പോസിബിലിറ്റീസ്. അതായത് അസാധ്യങ്ങളുടെ പിതാവാണ് എൻ്റെ ദൈവം. അപ്പോൾ ഒന്നും അസാധ്യമായിട്ടില്ല. മൈ ഫെയ്ത്ത് ഈസ് എൻഡ്ലെസ്. എൻ്റെ വിശ്വാസം ഒരിക്കലും തീരാത്താണ്. അപ്പോൾ എനിക്ക് ഇനിയും ഞാൻ റിക്കവേർഡാവും, ഇനിയും ഞാൻ കളിക്കും, ഇനിയും ഞാൻ ഉയരും എന്ന ചിന്തയുണ്ട്. തൽക്കാലത്തേക്ക് ക്ഷീണമുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നു, പരുന്തിൻ്റെ ചിറകിലെന്ന മട്ടിൽ ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടുവരും. അതൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ഇതുപോലുള്ള സ്പോർട്സ് താരങ്ങളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി,
കളിക്കളത്തിലെ മേളങ്ങളിലും ആഘോഷങ്ങളിലും മുഴുകുമ്പോൾ ഓർത്തേക്കുക, ഈ നിറഞ്ഞാടുന്ന, നിറഞ്ഞു പറക്കുന്ന, കുതിക്കുന്ന ഈ സ്പോർട്സ് താരങ്ങൾക്കും ചിറകായി ദൈവികതയുണ്ട്, ദൈവസ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ സാമീപ്യവും കരുത്തുമുണ്ട്. അവർ അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ്. നിങ്ങളുടെ വിശ്വാസമൊക്കെ ഒരുപാട് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വെട്ടത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇരുട്ടത്ത് ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വെട്ടത്തിലേക്കൊന്ന് വരാൻ അതിനും ദൈവൊരവസരം ഒരുക്കിയിരിക്കുകയാണ്. ലോകമാകുന്ന ഈ വലിയ കളിക്കളത്തിൽ എവിടേക്കോ നിന്നുകൊണ്ട് ലോകത്ത് മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന കോച്ചായ ദൈവത്തെ തിരിച്ചറിയുക. ആ ദൈവത്തിലേക്ക് മടക്കയാത്ര നടത്തുക. നല്ല യാത്ര നേരുന്നു.